2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങിയ കോൺഗ്രസ് ദേശീയ സഖ്യസമിതിക്ക് രൂപം നൽകി. അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബാഗൽ, മുകുൾ വാസ്നിക്, സൽമാൻ ഖുർഷിദ്, മോഹൻ പ്രകാശ് എന്നിവരാണ് അംഗങ്ങൾ. മുകുൾ വാസ്നിക് കൺവീനറാകും. അനൂപ് ദാസ് തന്നെയാണ് വിവരങ്ങൾ നൽകുന്നത്. അനൂപ്, 2024 മുൻപ് കോൺഗ്രസിന് പിടിപ്പത് പണിയുണ്ട്. ഒന്ന് പാർട്ടിയെ സജ്ജമാക്കേണ്ടതുണ്ട്. പലയിടങ്ങളിൽ നേതൃമാറ്റങ്ങളുണ്ട്. അതിനപ്പുറത്ത് ഒരു സഖ്യമെന്ന രീതിയിൽ ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാലടിയാണ് ഇത് എന്ന് പറയാം. കാരണം കോൺഗ്രസിന് ഇപ്പോൾ നേരത്തെ വലിയ ശേഷി ഉണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളിലും വലിയ ശേഷിയില്ല. മാത്രമല്ല, ചില ഇടങ്ങളിൽ ശേഷിയുള്ള ഇടങ്ങളിൽ മറ്റു ചില പ്രധാനപ്പെട്ട പാർട്ടികൾ, ഉദാഹരണമായി എടുത്ത ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സജീവമായിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടിയാണ്. പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. എന്നാൽ ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ഇവരൊക്കെ വരും. അപ്പോൾ ഓരോ സംസ്ഥാനത്തിന്റെയും സ്ഥിതിഗതികൾ പരിശോധിച്ച് പഠിച്ച് പരിഗണിച്ച് ആ ഇടങ്ങളിൽ സഖ്യരൂപീകരണത്തിന് വേണ്ടിയുള്ള സമിതിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യ സഖ്യ യോഗം ഞാനിപ്പോൾ നടക്കുന്ന സ്ഥലത്താണ്. ഇവിടെ അകത്ത് യോഗം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സഖ്യയോഗത്തിലെ പ്രധാനപ്പെട്ട ആലോചന സീറ്റ് വിഭജനം സംബന്ധിച്ചതാണ്. സീറ്റ് വിഭജനം സംസ്ഥാന തലത്തിലാണ് സാധ്യമാവുക. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകാനുള്ള ആളുകളാണ് ഈ 5 പേർ. ഓരോ സംസ്ഥാനത്തിന്റെ സാധ്യത പഠിച്ച് പരിശോധിച്ച് മറ്റു പാർട്ടികളുമായി സംസാരിച്ച് സഖ്യം രൂപീകരിക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സമിതിയാണ് കോൺഗ്രസ് വെച്ചിട്ടുള്ളത്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ.